ബി.ജെ.പി. നേതാവ് എൻ ശിവരാജനാണ് എനിക്കപ്പോൾ ഉള്ളത്. രാവിലെ വോട്ട് ചെയ്തോ? 7 മണിക്ക് വോട്ട് ചെയ്തു. എന്നിട്ട് എങ്ങനെയുണ്ട്? ഞങ്ങൾ ജയിച്ചു വേണോ? ഈ 13-ാം തീയതി ഞങ്ങൾ മാലയിട്ടിട്ട് വരും. കൃഷ്ണകുമാറിന്റെ കഴുത്തിൽ 23-ാം തീയതി കഴുത്തിൽ മാലയിട്ടിട്ട് വരും. എങ്ങനെയുണ്ട്? എല്ലായിടത്തും നല്ല തിരക്കാണല്ലോ ടൗണില്. ടൗണില് ബി.ജെ.പി. തരംഗം, കാവി തരംഗം ആഞ്ഞടിക്കാണ് ടൗണില്. ഈ എങ്ങനെയുണ്ട് നമ്മുടെ ശക്തി കേന്ദ്ര ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങൾ? പാലക്കാട് നഗരത്തിൽ കാവി തരംഗം ആഞ്ഞടിക്കുന്നു. അനക്കാൻ പറ്റൂല. ഈ സന്ദീപ് വാര്യരൊക്കെ പോയതൊക്കെ ഏത് വാര്യർ എവിടെ വേണമെങ്കിൽ പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഇത് പാലക്കാട് ടൗൺ എന്ന് പറഞ്ഞാൽ ദത്തോവർ ടാങ്കടിയും അടൽ ബിഹാരി വാജ്പേയിയും ലാൽകൃഷ്ണ അദ്വാനികൾ പാദസ്പർശമേറ്റ മണ്ണാണ് ഇത്. ഈ നിൽക്കുന്ന സ്ഥലം ഗുരുജി ഗോൾവാൾക്കർ വന്ന് കളിച്ച സ്ഥലമാണ് ഈ മണ്ണ്. ഈ മണ്ണ് കാവി മണ്ണാണ്. ഈ കാവി മണ്ണിൽ നിന്ന് ഒരു തരി മണ്ണെടുക്കാൻ കെ.ഡി. സതീശനോ ഇരട്ടമുഖങ്ങളായ പിണറായി വിജയനോ കെ.ഡി. സതീശനോ പിണറായി വിജയനോ സാധ്യമല്ല. അപ്പൊ ഇയാള് പോയത് പ്രശ്നമല്ല, സന്ദീപ് പോയത് പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം ആര് പോയാലും പ്രശ്നമാണ്. എന്നാൽ കാവി മണ്ണിൽ ഒരു തരി മണ്ണ് കൊണ്ടുപോകാൻ സാധ്യമല്ല. സന്ദീപിന്റെ അമ്മ വീട് മൂത്താന്തരയാന്ന് പറഞ്ഞു, അതുകൊണ്ട് കുറെ വോട്ടൊക്കെ പോകുന്നു പറയും. എന്റെ അമ്മ വീട് കൊല്ലംകോടാണ്. അത് കാരണം എനിക്ക് CPM-കാർക്ക് വോട്ട് ചെയ്യും. കൊല്ലംകോട് CPM-ന്റെ ശക്തി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ മത്സരിച്ചാളാണ്. അതിന് വോട്ട് ചെയ്യില്ല. എനിക്ക് എന്റെ ആദർശമുണ്ട്. സന്ദീപിന്റെ ആദർശം, സന്ദീപിന്റെ ആദർശം സന്ദീപ് രക്ഷപ്പെട്ടു. ഈ നഗരത്തിൽ എത്ര ഒരു അധിക വോട്ട് കിട്ടും? കഴിഞ്ഞ നഗരത്തിൽ മാത്രം 15,000 വോട്ടിന് ലീഡിയും. മറ്റേതൊക്കെ പഞ്ചായത്തുകൾ എങ്ങനെ? ഞങ്ങൾ നഗരത്തിൽ 15,000 വോട്ടിന് ലീഡിയും, കണ്ണാടി പഞ്ചായത്തിൽ ലീഡിയും, മാത്തൂർ പഞ്ചായത്തിൽ ഞങ്ങൾ വൻ മുന്നേറ്റം നടത്തും. എന്തായാലും അതാണ് എൻ ശിവരാജന്റെ ഒരു ആത്മവിശ്വാസം. അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇങ്ങനെ തന്നെയാണ്. ഇദ്ദേഹത്തെ ആദ്യം വാർത്തകളിൽ ഇടം പിടിച്ചത് ശോഭാപക്ഷ നേതാവ് എന്നുള്ള നിലയിലാണ്. ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായാൽ കൊള്ളാമെന്നൊക്കെ അഭിപ്രായം പറഞ്ഞ നിലയിലാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം ഇതേ നിലപാട്, അതായത് ബി.ജെ.പി. വലിയ തരംഗമായി മാറും എന്ന നിലപാടാണ് അദ്ദേഹം നടത്തുന്നത്. രാവിലെ വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം ഈ ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ എത്തി പ്രവർത്തകരെയൊക്കെ അഭിവാദ്യം ചെയ്ത് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 പാലക്കാട്.